സർക്കാർ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപരേഖയിൽ മത സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ഇപ്പോൾ ചെറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, പക്ഷേ വിശദമായ അഭിപ്രായങ്ങൾ ഒരാഴ്ചക്കകം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല. ഇത്തരമൊരു പൊതുബോധത്തോടെയുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്നാണ് ഇരു യോഗങ്ങളും ഏകണ്ഠമായി തീരുമാനിച്ചത്. ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഒരുക്കം നടത്തണം. നേരത്തെ നമ്മൾ കണ്ടതാണ് ഏപ്രിൽ മെയ് മാസത്തിൽ. ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോകുന്നത്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഊന്നിയാണ് പ്രധാനമായും ക്യാമ്പയിൻ നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 15,327 വ്യക്തികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 927 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 994 പേരെ അറസ്റ്റ് ചെയ്തു. 248.93 ഗ്രാം MDMA-യും 77.127 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 288 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ വിപുലമായി നടക്കുന്ന നിലയാണുള്ളത്. അതിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ വായനയാണ് ലഹരി എന്ന പരിപാടി കൊല്ലം ബീച്ചിൽ വെച്ച് ജില്ലാ ബോക്സിംഗ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് പൊതുയോഗം, കോട്ടയം ജില്ലയിൽ രാമപുരത്ത് നടന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സംഗമം, എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയിൽ DYFIയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പയിൻ, തൃശ്ശൂർ ജില്ലയിൽ ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ച കുട്ടികളുടെ സ്നേഹച്ചങ്ങല, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച്, ഇങ്ങനെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു പറയത്തക്കതാണ്. മാതൃകാപരമായ ബോധവൽക്കരണ പരിപാടികളാണ് സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരുന്നത്. ലഹരി വിപത്തിന് മുന്നിൽ കീഴടങ്ങില്ല. ഇത്തരമൊരു നിശ്ചയദാർഢ്യത്തോടെ കേരള ജനത ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഈ പോരാട്ടം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു ആവശ്യം ഉയർന്നു വരികയുണ്ടായി. കഴിഞ്ഞ തവണ നമ്മൾ ചില നമ്പറുകളിൽ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിരുന്നു.
ഈ യോഗങ്ങളിൽ ആ നമ്പർ ഒരു നമ്പർ നൽകണം, അതവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ നമ്പർ നമുക്കൊന്നുകൂടി കൊടുക്കേണ്ടതായിട്ട് വരും.